പലപ്പോഴും സ്ത്രീകൾ ആരോടും തുറന്നു പറയാതെ സഹിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഗർഭാശയം താഴേക്ക് ഇറങ്ങുക എന്നൊരു പ്രശ്നം. പ്രായാധിക്യം മൂലമുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഇത് എന്ന് കരുതി പലരും ഇതിന് ചികിത്സ പോലും തേടാറില്ല. എന്നാൽ കൃത്യസമയത്ത് ഇത് തിരിച്ചറിഞ്ഞാൽ ലളിതമായ വ്യായാമ മുറകളിലൂടെയും ലളിതമായ ചികിത്സകളിലൂടെയും നമുക്ക് ഇത് നേരെയാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഗർഭാശയം താഴേക്ക് ഇറങ്ങുന്ന അവസ്ഥ അല്ലെങ്കിൽ യൂട്രൈൻ പ്രൊലാപ്സ് എന്താണെന്നും അതിന്റെ ലക്ഷണങ്ങളും കാരണങ്ങളും എന്തൊക്കെയാണെന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. യൂട്രൈൻ പ്രൊലാപ്സ് എന്ന അവസ്ഥ പ്രധാനമായും 4 സ്റ്റേജുകളിലൂടെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യകാലങ്ങളിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണണമെന്നില്ല, എന്നാൽ കാലക്രമേണ ചില ലക്ഷണങ്ങൾ വരാം. ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതായത് അടിവയറ്റിലോ അല്ലെങ്കിൽ വജൈനൽ ഭാഗത്തോ എന്തോ ഭാരം തൂങ്ങി കിടക്കുന്നത് പോലത്തെ ഒരു ഫീലിംഗ് വരാം. അതുപോലെ തന്നെ വജൈനൽ ഏരിയയിൽ നിന്നും എന്തോ ഒരു ഭാരം അല്ലെങ്കിൽ എന്തോ ഒരു വസ്തു തള്ളി വരുന്നതായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും. തൊട്ട് നോക്കുമ്പോഴും അത് ഫീൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ സിവിയർ ആയിട്ടുള്ള നടുവേദന വരാം. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ അറിയാതെ യൂറിൻ പോകുന്ന അവസ്ഥ വരാം, അല്ലെങ്കിൽ തീരെ യൂറിൻ പോകാത്ത ഒരു അവസ്ഥ വരാം. സിവിയർ ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ വരാം. ഇതൊക്കെയാണ് ഗർഭാശയം താഴേക്ക് ഇറങ്ങി വരുന്നതിന്റെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. ഇത്തരത്തിൽ ഗർഭാശയം താഴേക്ക് ഇറങ്ങുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നോർമൽ ഡെലിവറി സമയത്ത് ഇത്തരം പേശികൾക്ക് പെൽവിക് ഫ്ലോർ മസിൽസിന് ഏൽക്കുന്ന സമ്മർദ്ദം ഇത്തരത്തിൽ യൂട്രൈൻ പ്രൊലാപ്സ് ഭാവിയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ സിവിയർ ആയിട്ട് ഭാരം ചുമക്കുന്നവര്, റെഗുലർ ആയിട്ട് എപ്പോഴും സിവിയർ ആയിട്ടുള്ള വെയിറ്റ് എടുക്കുന്നവർക്ക് വരാം. അതുപോലെ പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. കുടുംബത്തിൽ രക്തബന്ധത്തിലുള്ളവർക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ ഗർഭാശയം താഴേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. വിട്ടുമാറാത്ത ചുമ, സിവിയർ ആയിട്ടുള്ള വിട്ടുമാറാത്ത ചുമ ഉണ്ടെങ്കിൽ കാലക്രമേണ യൂട്രൈൻ പ്രൊലാപ്സ് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ അമിതവണ്ണമുള്ളവർക്ക്, ശരീരഭാരം അമിതമായിട്ടുള്ളവർക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ജന്മന ഇത്തരം പെൽവിക് ഫ്ലോർ മസിൽസിന് ബലക്കുറവുള്ളവർക്ക് ഗർഭാശയം താഴേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കൂടുതലാണ്. മെനോപോസ് സമയത്ത് ഈസ്ട്രജൻ എന്ന ഹോർമോൺ കുറയുന്നു. ഇതുപോലെ ഇത്തരം പേശികൾക്ക് ബലക്ഷയം സംഭവിക്കാം. അതുപോലെ സിവിയർ ആയിട്ടുള്ള വെയിറ്റ് എടുക്കുന്നത്, റെഗുലർ ആയിട്ട് എപ്പോഴും സിവിയർ ആയിട്ട് അമിതഭാരം ചുമക്കുന്നവർക്ക് ഇത്തരത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. യൂട്രൈൻ പ്രൊലാപ്സിനെ എങ്ങനെ നേരിടാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് പെൽവിക് ഫ്ലോർ മസിൽസിന് ബലം ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന കീഗൽ വ്യായാമങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. കീഗൽ വ്യായാമം എന്ന് പറയുന്നത് അടിവയറ്റിലെ മസിൽസിനെ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുന്ന ഒരു വ്യായാമ മുറയാണ്. ഇത് പേശികൾക്ക് നല്ല ബലം ലഭിക്കാൻ സഹായിക്കും. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കാൻ വേണ്ടി ഭക്ഷണ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തുക, നാരുകൾ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, പഴങ്ങൾ, പച്ചക്കറികൾ, മുഴുധാന്യങ്ങൾ ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അമിതവണ്ണമുണ്ടെങ്കിൽ ശരീരഭാരം കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി അതിനുവേണ്ട മെഡിസിൻസ് കഴിക്കുക. ചില സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ സർജറിയും ആവശ്യമായിട്ട് വരാറുണ്ട്. പലപ്പോഴും ഇത് പ്രായമായവരിലാണ് കണ്ടുവരുന്നതെങ്കിലും ചിലപ്പോഴൊക്കെ ചെറുപ്പക്കാരിലും ഇത്തരം സിംറ്റംസ് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മടിച്ചു നിൽക്കാതെ ഒരു ഡോക്ടറിനെ കണ്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക.